അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആവോലി ബിരിയാണിയാണ്. 1 കിലോ അരിക്കുള്ള മസാലയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതുപോലെ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം റൈസ് തയ്യാറാക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു സവാള നീളത്തിൽ മുറിച്ചത്, കുറച്ച് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് കുറച്ച്, 2 സ്റ്റാർ, 2 കഷ്ണം പട്ട, ബേ ലീഫ്, 3 കറാമ്പ്, 2 കറുത്ത ഏലക്ക. ഞാൻ 6 ഗ്ലാസ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാ കണക്ക്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഇവിടെ നിന്ന് മാറ്റണം. ഇനി ബിരിയാണി ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം ചൂടാക്കുക. പാത്രം ചൂടാവുമ്പോൾ ഇതിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കണം. ഇപ്പോൾ ബ്രൗൺ കളറായി വന്നു. ഇനി ഈ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം. ഒരു കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അരിഞ്ഞ് വെച്ച സവാള ഈ ഓയിലിട്ട് നന്നായി വഴറ്റണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറക്കുക. സവാള വറക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ സവാള കരിഞ്ഞു പോകും. ഇപ്പോൾ സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. എടുത്തു വെച്ച പട്ട, കറാമ്പ്, ഏലക്ക, സ്റ്റാർ, ബേ ലീഫ് ഇതെല്ലാം ഈ ഓയിലിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറുക്കണം. കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. രണ്ട് സ്പൂണ് ഗീ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അരി ഒന്ന് നന്നായി വറുക്കണം. ഒരുപാട് സമയം വറുക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ തിളപ്പിച്ച് വെച്ച വെള്ളം ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം.
വീണ്ടും മൂടി വെച്ച് കുറച്ച് വേവുന്നത് വരെ വേവിക്കുക. ഇപ്പോൾ റൈസ് റെഡിയായി. ഇനി ഈ പാത്രം ഗ്യാസിൽ നിന്ന് മാറ്റാം. മസാല ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 3 സവാള നീളത്തിൽ മുറിച്ചത്, 1 മുറി തേങ്ങയുടെ 1/4 പാല്, പുതിന കുറേ വേണം, ഞാനൊരു കെട്ട് പുതിന എടുത്തത്, ഗീ, ഉപ്പ്, തൈര് 1 കപ്പ്, ഒരു ചെറിയ സ്പൂണ് സാജീരകം, 1 സ്പൂണ് കുരുമുളക്, 3 കഷ്ണം പട്ട, 2 കറാമ്പ്, 1 ഫ്ലവർ, ഡാൽഡ കുറച്ച്, മല്ലിച്ചപ്പ് 1 കെട്ട്, ഓയിൽ, മല്ലിപ്പൊടി 8-9 ടേബിൾ സ്പൂൺ വേണം, ഏലക്ക 30 എണ്ണം, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ പൊടി 1 കപ്പ് വേണം, ഒരു 5-6 ടേബിൾ സ്പൂൺ വേണം, മുളക് പൊടി ആവോലി കഷ്ണങ്ങൾ പോംഫ്രെറ്റ് 9 പീസാണ് എടുത്തത്. ഇനി ഈ മീനിൽ 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടണം, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായി മീനിൽ പുരട്ടി വെക്കണം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മീൻ പൊരിക്കാൻ പാകത്തിനുള്ള ഒരു പാൻ എടുത്ത് ചൂടാക്കുക. എന്നിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓരോരോ മീനായി പാനിൻ്റെ അകത്ത് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് മസാലയിൽ തന്നെ വേണം മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ. മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇത്ര തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം മീൻ പൊരിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിൽ സവാള ഇട്ട് നന്നായി അരച്ചെടുക്കണം. ഒരു വലിയ പാന് ചൂടാക്കിയിട്ട് അതിനകത്ത് ഗീ ഒഴിച്ചു കൊടുക്കുക. ഇനി അരച്ച സവാള ഇട്ട് നന്നായി വഴറ്റണം.
ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. ഇനി ഈ സെയിം ജാറിൽ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സാജീരകം, കുരുമുളക്, പട്ട, കറാമ്പ്, ഫ്ലവർ, ഏലക്ക, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പുതിനയില, മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി സവാളയിൽ ഓയിൽ കുറവാണെങ്കിൽ ഓയിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അരച്ച് കഴിയുമ്പോൾ മസാലയ്ക്ക് ഈ കളറ് തന്നെ വരണം. കളറ് കുറവാണെങ്കിൽ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല സവാളയുടെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഡാൽഡ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കണം. കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഈ മസാല നന്നായി വഴറ്റിയെടുക്കണം. ഓയിൽ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ മസാല ഈ കളറ് വരുമ്പോൾ തൈരിട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഈ മസാലയിൽ കിടന്ന് ഇതിങ്ങനെ വേവണം. മസാല മീനിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുക. ഇപ്പോൾ മസാല റെഡിയായി.
ഞാൻ ഒരു പാത്രത്തിൽ മീൻ കഷ്ണങ്ങളും വേറൊരു പാത്രത്തിൽ മീൻ മസാലയും വേറെ വേറെയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു പാത്രത്തിൽ ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ പകുതി ചോറ് ഇട്ട് കൊടുക്കുക. ഇനി ഈ ചോറിന് മുകളിൽ മീൻ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചെറിയ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിന് മുകളിൽ മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. ഇനി ബാക്കി റൈസിൽ കുറച്ച് മാത്രം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ മീൻ കഷ്ണത്തിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. പിന്നെ സവാളയും വറുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ്സ് വേവിച്ചെടുക്കണം. ഒരു അര ഗ്ലാസ് വെള്ളം അതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ ആവോലി ബിരിയാണി റെഡിയായി. ഈ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരുപാട് മല്ലിപ്പൊടിയും ഒരു കെട്ട് പുതിനയിലയും ഒരു കെട്ട് മല്ലിച്ചപ്പും ഒരുപാട് ഏലക്കയും ഒരുപാട് മഞ്ഞൾ പൊടിയും ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇൻഗ്രീഡിയൻസ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ എടുത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും ഈ സ്പെഷ്യൽ ആവോലി ബിരിയാണി. താങ്ക്സ് ഫോർ വാച്ചിങ്.